അതൊക്കെ അരയ്ക്കാനുള്ള സാധനങ്ങൾ തേങ്ങ ഇട്ട് തേങ്ങ ഇച്ചിരി മതി, ഉള്ളൊരു വേണ്ട. പിന്നെ വെളുത്തുള്ളി ഇട്ട്, പച്ചമുളക് ഇട്ട്, നമ്മൾ ഇച്ചിരി കപ്പയിൽ എടുത്തിട്ടുള്ളൂ ആകെ, അതുകൊണ്ട് കുറച്ച് പച്ചമുളക് ഇട്ട്, പച്ചമുളക് നല്ല എരിവാട്ടോ, നമ്മുടെ കൂടി നോക്കിയിട്ട്. ജീരകം ഇട്ട്, കിഴങ്ങ മതി, ജീരകം കൂടുതലായ അത് കുഴപ്പമാണ്. പിന്നെ കരിവേപ്പില ഇട്ട് ഇനി മഞ്ഞപ്പൊടി. എത്രയായി? ജീരകം, വെളുത്തുള്ളി, തേങ്ങ, കരിവേപ്പില, മഞ്ഞപ്പൊടി. ഓക്കെ, ഇതെടുത്തിട്ട് ഉടച്ചെടുക്കോ, ചതക്കോ, അരക്കോ? അരക്കണ്ട, ചതച്ച് വാരും. തോരൻ എടുക്കുന്ന ചതച്ച് വാരും. ചതച്ച് വാരിയിട്ട് കപ്പയുടെ വെള്ളം തിളച്ചു. കപ്പിടുന്നുണ്ടോ? കപ്പിട്ടു. ഉപ്പിട്ടാന്നേ? ഉപ്പിട്ടില്ല, കപ്പ വെന്ത് കഴിയുമ്പോൾ ഉപ്പിടുന്നത്. ശരി. വെള്ളത്തിൽ മുങ്ങി കിടക്കണ്ടേ കപ്പ? മുങ്ങി കിടക്കുന്നു. രണ്ടുപേരും ഇവിടെ കാവലാട്ടോ, മീനായത് കാരണം അടങ്ങിയിരിപ്പുണ്ട്. മീൻ വേണോ? എന്താ ഇരിക്കണേ? കാത്തിരിപ്പ്. ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണമേ, അവിടുത്തെ രാജ്യം വരേണമേ. ഞങ്ങൾ തൻ കടങ്ങൾ പൊറുക്കേണമേ, ഞങ്ങളെ നയിക്കണമേ, അഗ്നി പരീക്ഷയിൽ വീഴാതെ ഞങ്ങളെ രക്ഷിച്ചിടണമേ, ഞങ്ങളെ രക്ഷിച്ചിടണമേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണമേ, അവിടുത്തെ രാജ്യം വരേണമേ. നമ്മളിങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഡിവോഷണൽ സോങ് ഒക്കെ വായിൽ വരും അല്ലേ? എന്താ പെട്ടെന്ന് കപ്പ? നമ്മള് കപ്പയിലെ കൂട്ടിൽ മുളകിട്ടപ്പോഴാണ് മീൻകറിയിൽ മുളകിടാൻ ഞാൻ മറന്നുപോയി എന്ന് ഓർക്കണത്. പിന്നെ വേഗം പോയി മുളകിട്ട്. ആകാശങ്ങളിലിരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ. എന്താ പിന്നെ എത്ര മതിയല്ലേ? ഉപ്പിട്ട് കപ്പ വെന്തു. ഇത് കൂടുതൽ വെന്താലേ പായസം പോലെ ആയിപ്പോ. അപ്പൊ വേണ്ട, അതുകൊണ്ട് ഇങ്ങനെ എടുക്കണം. ചൂട് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ ഊറ്റിയിടും. ഒരു മരത്തിന്റെ അടപ്പുണ്ട്, അടച്ചിരി എന്ന് പറയും. അതുകൊണ്ട് നമ്മൾ ഊറ്റി ചായച്ചിടും. ആ വെള്ളം എല്ലാം പോകും. എന്നിട്ട് ഒരു സെക്കൻഡ് കപ്പ തിളങ്ങിയിരിക്കണേ. വെളിച്ചം കിട്ടിയാ ഇല്ല, ആ വെള്ളം ഇത് കൊണ്ട് കുഴപ്പമില്ല. ഇത് തട്ടില്ല കേട്ടോ, ഇത് ഇങ്ങനെ അറിയാം. ഇല്ല, വെള്ളം തോരണ വെള്ളം എല്ലാം തോർന്നിട്ട് വെള്ളം തോരണ വെള്ളം തോന്നില്ല, ഇത് ഇതാവില്ലേ, വെള്ളം തോർന്ന് കിട്ടണം. ഇത് ചതച്ച് വെച്ചതല്ലേ? ചതച്ച് വെച്ച് അരപ്പയിലോട് ചേർക്കണം. എന്തൊക്കെയായിരുന്നു? തേങ്ങ, വെളുത്തുള്ളി, ജീരകം, പച്ചമുളക്, കരിവേപ്പില, ഉപ്പും ചേർത്ത്. ഓക്കെ, നമ്മൾ ഇത് കുഴയ്ക്ക്. തവിയൊന്നും പോരാ, മടലുണ്ട്, മടല് വെട്ടി പങ്കായം പോലെ ഇങ്ങനെ എടുക്കും. എന്നിട്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഇളക്കുന്നത്. നല്ല മണം വരണ്ടേ? നല്ല മണം വരും. കാരണം വെളുത്തുള്ളിയുടെയും ജീരകത്തിന്റെയും ഒക്കെ മണം ഒരു പ്രത്യേക മണമാണ്. അവിയലിന്റെ പോലെ. ഇത് പാകത്തിനായില്ല, ഞാൻ വെച്ച് ഇച്ചിരിയെ അമ്മ ചതച്ചത് ഇച്ചിരിയെ കാണാനുണ്ടായിരുന്നല്ലേ. അതിൽ കൂടുതലാവരുതേ. കപ്പ ചിക്കൻ കറി ആണെങ്കിൽ ഇങ്ങോട്ട് വേവിച്ചിട്ട്. മീൻകറി എന്താ കുഴപ്പം? ചിക്കൻ കറി അല്ല, മീൻകറിയിൽ ഒഴിക്കാൻ പറ്റില്ലല്ലോ. ചിക്കൻ കറി ആണെങ്കിൽ നല്ല കറി അങ്ങോട്ട് ആക്കിയിട്ട് ഇതിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ ഇളക്കും. ഇളക്കി കഴിയുമ്പോൾ കപ്പ ബിരിയാണി ആയി. കപ്പ ബിരിയാണിയോ? അത് ചിക്കൻ കറിയല്ല, ബീഫിന്റെ കാര്യം പറഞ്ഞാൽ ബീഫ് ചിക്കൻ എന്ന് പറഞ്ഞാൽ അതെ. ആ ശരിയാ, മതി, ഇപ്പൊ ശരിയായി. ഒരു കാര്യം ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. തീയില വെച്ച്
എന്നിട്ട് ഇത് തുറന്ന് വെക്കണം, അടച്ചു വെക്കലേ. അപ്പോൾ ഇത് നല്ല സിമെൻറ്റ് കട്ട പോലെ ഉറച്ചിരിക്കും. സിമെന്റ് ഉറച്ചിരിക്കുന്നത് അമ്മ നല്ല മയമയം. ഒരു കാര്യം പറ്റിപ്പോയേ, കുറച്ച് കപ്പടം മേടിക്കേണ്ടതായിരുന്നു. അതല്ല നമ്മള് ചീത്തയാണെങ്കിൽ പറയും, അമ്മ പറയും ഓ ചീത്ത കപ്പയാ മൊത്തം ഇത്ര മേടിക്കണ്ടായിരുന്നു. നല്ല അപ്പാണെങ്കിൽ പറയും അയ്യോ എനിക്ക് തോന്നിയത് ഞാൻ പറയാഞ്ഞിട്ടാ നേരത്തെ. നീ ഒന്ന് പറഞ്ഞാൽ മതി, രണ്ടാമത് മേടിക്കുമെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ രണ്ടാമത് മേടിച്ചത്. എനിക്ക് പേടിയാണ് വഴക്ക് കപ്പ എല്ലാം കൂടെ മേടിച്ചെന്ന് പറഞ്ഞിട്ട്. അപ്പം ശരിയായി. ഇത് മാത്രം ഉണ്ടെങ്കിൽ പിന്നെ ചോറും വേണ്ട, ഒന്നും വേണ്ട. ഈ കപ്പയും മീൻ കറിയും ഓഫ് ചെയ്ത് വെക്കുക. ഉണ്ടോ? ഓഫ് ചെയ്ത് ഇരിക്കട്ടെ. ഇത് തണുക്കും അവിടെ നിന്ന്. അപ്പൊ കഴിഞ്ഞ് പണി കഴിഞ്ഞ്. അപ്പം ഞാൻ കഴിക്കാൻ പോവാണ്. കപ്പ, ചോറ്, മീൻ കറി. ഓക്കെ. കപ്പ എടുത്തിട്ട് വെച്ചിട്ട് ഒരിച്ചിരി വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. നമ്മളിത്തിരി തേങ്ങയും കൂട്ടി കൊച്ചരച്ചു.